നമുക്ക് കുറച്ച് ഹെർബൽ ടീസ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ യൂറിക് ആസിഡിന്റെ ഒരു ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒന്നാണ് നമ്മുടെ കൊറിയാൻഡർ സീഡ്സ്, അതായത് മല്ലിയുടെ സീഡ്സ് ക്രഷ് ചെയ്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ട് അതിനെ തിളപ്പിച്ച് കുറുക്കി ഒരു ഗ്ലാസ് ആക്കി കുടിക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് അതിനെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി അതിലൊരു പിഞ്ച് ടെർമറിക് കൂടി ഇട്ട് കുടിക്കുന്നതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് കോക്കനട്ട് വാട്ടറും അതുപോലെ ബാർലി വെള്ളവും. ഇത് രണ്ടും നമ്മുടെ യൂറിനെ പ്രോപ്പറായിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡ് അതുപോലെ നമ്മുടെ ടോക്സിൻസ് ഒക്കെ കിഡ്നിയെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്രയും ഹെർബൽ ടീസും ഡ്രിങ്ക്സും നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കുക. ഇനി നമുക്ക് ഹൈ യൂറിക് ആസിഡ് കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ കോമ്പിനേഷൻ പറയാം. അതായത് ചിറ്റമൃതം ഉണക്കിപ്പൊടിച്ചത് ഒരു 20 ഗ്രാം, ഇരട്ടി മധുരം ഉണക്കിപ്പൊടിച്ചത് ഒരു 10 ഗ്രാം, കടുക്ക ഉണക്കിപ്പൊടിച്ചത് 10 ഗ്രാം, അതുപോലെ ചുക്ക് ഉണക്കിപ്പൊടിച്ചത് ഒരു 5 ഗ്രാം. ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കുക. അതിൽ നിന്നൊരു 2 ഗ്രാം തേനുണ്ട കൂടെ മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയും കഴിച്ചു നോക്കുക. 1.5 മാസം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു നോക്കുക. അതിനുശേഷം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതിലെ യൂറിക് ആസിഡിന്റെ എമൗണ്ട് മുമ്പത്തേതിൽ നിന്നും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ഹെർബൽ കോമ്പിനേഷൻ എങ്ങനെയാണ് ഹൈ യൂറിക് ആസിഡ് കണ്ടീഷനിനെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം.